ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? തലേ ദിവസം തന്നെ നമ്മൾ ഈ ദോശക്കുള്ള മാവ് കാട്ടി വെച്ചു. എന്നാൽ പിന്നെ പിറ്റേ ദിവസം എന്താ ഉണ്ടാക്കുക എന്നുള്ള ടെൻഷൻ വേണ്ടല്ലോ. പച്ചരിയും ചോറും പിന്നെ ഇപ്പം എന്താ ഉഴുന്നുപരിപ്പും അതൊക്കെ എൻ്റെ ഒരു കൈക്കണക്ക് വെച്ചിട്ടായിരിക്കും ഞാൻ മാവ് അരക്കൽ. ചിലപ്പോൾ അത് ശരിയാവും, അല്ലെങ്കിൽ ശരിയാവില്ല. ഫസ്റ്റ് ഒരു ട്രിപ്പൊക്കെ അരക്കൽ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഒരു ട്രിപ്പൊക്കെ അരച്ചിട്ട് അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് പാകത്തിന് ഉപ്പ് നമ്മൾ ഇപ്പം തന്നെ ഇടും കേട്ടോ. പിന്നെ ഞാൻ ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതവിടെ അടച്ച് വെച്ചിട്ട് മാറ്റി വെച്ചു. ഈ പിറ്റേ ദിവസം അതൊന്ന് തുറന്ന് നോക്കുമ്പോഴേ മാവൊക്കെ പൊന്തി വന്നാൽ നല്ല സന്തോഷക്കാരം കേട്ടോ. ഞാൻ മാവൊക്കെ പൊന്തി വന്ന സന്തോഷത്തിൽ ചായക്കുള്ള വെള്ളം വെച്ച് അതിൽ പൊടിയും പഞ്ചസാര ഇട്ട് അത് അടച്ചു വെച്ചു. പിന്നെ ഞാൻ ദോശ ചുട്ടു. ഇന്നിപ്പോൾ ദോശയ്ക്ക് കറി സാമ്പാറുമല്ല ചട്നിയല്ല, വെള്ളക്കടല കറിയാണ്. കുക്കർ വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ സവാളയും തക്കാളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് വഴറ്റി നമുക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കർ അടച്ചു വെച്ചു. പിന്നെ കറിയൊക്കെ കൂട്ടി ദോശ കഴിച്ചു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.